ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് പിക്സൽ ആർട്ട് വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. വായോ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു പിക്സൽ ആർട്ടായിരിക്കും. അതിനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പേപ്പർ വേണം. ആൻഡ് ഫോർ ദാറ്റ് ഞാൻ എടുക്കുന്നത് ഐവറി ബോർഡാണ്, A3 സൈസിൻ്റെ. ഇത് ഏകദേശം ഒരു 220 GS ഉണ്ട്. ആൻഡ് നിങ്ങൾ പിക്സൽ ആർട്ട് ചെയ്യാണ് എൻ്റെ അത് വാൾ മൗണ്ട് ചെയ്യാനാണ് നോക്കണമെങ്കിൽ GSM കൂടിയ പേപ്പർ എടുത്തോ. ലൈക്ക് ഒരു 200+ GS ഉള്ള എടുത്താൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പേപ്പർ സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് പെൻസിൽ, സ്കെയിൽ, മൈക്രോൺസ്. ഇത് ജസ്റ്റ് വേണമെന്നില്ല, ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് കളർ പെൻസിൽസ്, പിന്നെ ബ്ലേഡ്. നിങ്ങളതിൽ ഏത് ബ്ലേഡ് ആയാലും, ഇപ്പം ഇതായാലും കുഴപ്പമില്ല. ബട്ട് ഇതുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ, ബിക്കോസ് ഇത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് വെട്ടാൻ പറ്റും. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് പിക്സൽ ആർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് വരയ്ക്കണത് എങ്ങനെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രിഡ് വരയ്ക്കാൻ പോവുകയാണ്. ആൻഡ് ഞാൻ ഇവിടെ 1 പിക്സൽ 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം 19x19 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഗ്രിഡ് വരയ്ക്കണം നമുക്കിവിടെ. അത് വരച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രിഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 19x19 സെൻറ്റിമീറ്ററിൻ്റെ. ആൻഡ് ഇനിയിപ്പം നമുക്കിതിൻ്റെ ഓംലെറ്റ് വരയ്ക്കാൻ നോക്കാം. ആൻഡ് ഫോർ ദാറ്റ് നമ്മൾ ആദ്യം അതിൻ്റെ എഗ് യോക്ക് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതാണിപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ പടം. ആൻഡ് ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്യാം ഔട്ട്ലൈന് പകരം. ആൻഡ് ഇതിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. ആൻഡ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് ഇനി നമുക്ക് ഇതിനെ ഔട്ട്ലൈൻ ചെയ്യണം. ഫൈനലി നമ്മൾ ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ്ങിൻ്റെ പാർട്ടാണ്. ബട്ട് അതിന് മുമ്പ് നമുക്ക് ഈ ലൈൻസ് ഇല്ലേ, ഈ പെൻസിൽ വെച്ച് നമ്മൾ ഗ്രിഡ് വരച്ചത്, അതിനെ ഒന്ന് ചെറുതായിട്ട് എറേസ് ചെയ്യാൻ നോക്കണം. കാണാത്ത രീതിയിൽ എറേസ് ചെയ്ത് നമുക്ക് ഇനി അത് വെച്ചിട്ടാണ് കളർ ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് നീഡർ എറേസർ ഉപയോഗിച്ച് ലൈറ്റ് ആയിട്ടൊന്ന് എറേസ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് എഗ് യോക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. യോക്ക് എങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യെല്ലോ പെൻസിൽ എടുത്തിട്ടുണ്ട് ഫോർ ദ ബേസ് ഷെയ്ഡ്. ആൻഡ് നമ്മളിവിടെ ഈ 2 ബോക്സ് കണ്ടോ, അത് രണ്ടും നമ്മൾ പേപ്പർ വൈറ്റ് ലീവ് ചെയ്യുക ഫോർ ദ ഹൈലൈറ്റ്സ്. ആൻഡ് ഈ എഡ്ജിൽ നമ്മൾ ഷാഡോ വരുന്ന രീതിയിൽ മേ ബി ലൈക്ക് ഓറഞ്ചോ ഓർ ലൈക്ക് ബ്രൗണോ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു പോർഷനും ഈ 2 ഡോട്ടും ഇത് വിട്ട് ബാക്കിയെല്ലാം യെല്ലോ അടിക്കാം. നമ്മളെ എഗ് യോക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി എല്ലാ സ്ഥലവും പേപ്പർ വൈറ്റ് ആണ്. ആൻഡ് നമുക്ക് ഷാഡോ മാത്രം കൊടുക്കാനായിട്ട് ഗ്രേ കളർ പെൻസിൽ ഉപയോഗിക്കാം. ഫൈനലി നമ്മളെ ഔട്ട്ലൈനും ഡീറ്റെയിൽസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാ. ഫൈനലി നമ്മുടെ ഓംലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ദിസ്. ദിസ് ഈസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് ഇതിനി വാൾ മൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ഇപ്പോൾ ഇത് വാൾ മൗണ്ട് ചെയ്യില്ല, കാരണം ഇതുപോലത്തെ ഇനിയും പിക്സൽ ആർട്സ് ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ വാൾ മൗണ്ട് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോൾ വേണം ട്രൈ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അടുത്ത പിക്സൽ ആർട്ട് ചെയ്യണവരെ കീപ് ഡ്രോയിങ്, കീപ് പ്രാക്ടീസിങ്. ആൻഡ് വേറൊന്നുമില്ല. ബൈ.